ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തോട്ടം സെറ്റ് ചെയ്യണതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണേ. തോട്ടം നമുക്കിവിടെ പതുക്കെ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഒറ്റയടിക്കെല്ലാം ചെയ്യാൻ പറ്റില്ല, ഞാൻ തന്നെയല്ലേ ഉള്ളൂ, എനിക്ക് സഹായത്തിന് ആരുമില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ എൻ്റെ സഹായത്തിനുള്ള ആൾക്കാരാണ് കേട്ടോ അതേ പോണത്. ഒരാളവിടെ, ഒരാളപ്പുറത്ത് കണ്ടോ. ഇവർ നന്നായി സഹായിച്ചു തരും. ചെടിച്ചട്ടികളൊക്കെ തട്ടിയിട്ട് എല്ലാം നശിപ്പിച്ച് അങ്ങനെ എല്ലാം സഹായിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു തെങ്ങുണ്ടല്ലോ, ഈ തെങ്ങിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഓരോന്നോരോന്നായിട്ട്. ഇവിടെ കുറച്ച് ചട്ടികൾ ഇരിക്കുന്നുണ്ട്, അതിനൊക്കെ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞങ്ങൾക്ക് ആദ്യം മുയലുണ്ടായിരുന്നു. അപ്പോൾ മുയലിന് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് മണ്ണിൻ്റെയാണ് ഈ ചട്ടി. ഇപ്പോൾ മുയലൊന്നുമില്ല, അത് കാരണം ഞാൻ ചെടികൾ വെക്കാനായിട്ട് എടുത്തു. അപ്പോൾ ഇതിന് പൊട്ടാണ്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതൊക്കെ ചെറിയ ടൈപ്പ് ആട്ടോ, അതിൻ്റെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ഇത് കേട്ടോ. ഇതിൻ്റെ കടയ്ക്ക് കുറേ ചെടികൾ എടുക്കുന്നുണ്ട്, നമുക്ക് അതൊക്കെ മാറ്റാം. അതുപോലെ ഇവിടെ പൊട്ടി കത്തികൾ കിടക്കുന്നുണ്ട്, അത് മാറ്റിയിടാം. ഇത് കണ്ടോ കണ്ടോ കണ്ടോ, കുറുമ്പ് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് അടുത്തിരുത് നോക്കൂ, വൃത്തികേടാക്കിയിടലാണ് അവളുടെ ജോലി. ലൂണക്കുട്ടി, ഇത് അടുത്ത ആൾ വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ എന്താ ചെയ്യണത്? അമ്മേനെ സഹായിക്കാൻ വന്നിട്ടുള്ള ആളാണ്. ഡയാനെ നോക്കട്ടെ, എടുത്തിരിക്കൂ കുട്ടി. ഡയാന കുട്ടി, ഇതാ കണ്ട ഈ ചട്ടിയൊക്കെ എടുത്ത് സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ സഹായം നോക്കൂ, ഞാനിവിടെ വൃത്തിയാക്കിയിട്ട സ്ഥലം മുഴുവനും വൃത്തികേടാക്കിയിട്ടാണ് എന്നെ സഹായിച്ചു തരുന്നത്. ഞാൻ ഇവിടെ ഭംഗിയാക്കി വരുമ്പോഴേക്കും ആ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇവരെ വെച്ച് ഞാൻ എങ്ങനെ പണിയെന്നാ പറയുന്നത്. ഇവരെന്തായാലും കൂട്ടിയിടാണ്ട് പറ്റില്ല. ഇവിടെ ശ്രദ്ധിച്ചിട്ട് വേണം വൃത്തിയാക്കാനായിട്ട്. എൻ്റെ കോവലിൻ്റെ വള്ളികൾ കണ്ടോ, നല്ല ഉണ്ട കോവയ്ക്കാണ് കേട്ടോ ഉണ്ടാവുക. കോവലിൻ്റെ വള്ളികൾ ഇവിടെ നിറയുണ്ട്, ചെടികളുണ്ട്. ഇതൊന്ന് നശിച്ച് പോകാണ്ട് വേണം നമ്മൾ വൃത്തിയാക്കാനായിട്ട്. ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. എനിക്ക് മൊബൈൽ പിടിച്ചിട്ട് ക്ലീനിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, അപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ കുറച്ച് കുഴി പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഴി നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ട് അടയ്ക്കാം. ഇതൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം നല്ല ക്ലിയറായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇനി പതുക്കൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ചെടി നട്ടു കൊടുക്കാം. ഏത് ചെടിയാണ് ഞാനിവിടെ നടാൻ ഉദ്ദേശിക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. അതിൽ മുന്നേ നമുക്ക് ഇവരൊന്ന് പൂട്ടിയിടാം, ചെങ്ങലയിൽ പൂട്ടിയിടാം. കണ്ടോ, അവിടെയൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് തന്നിട്ടുണ്ട്. ചെങ്ങലയിൽ പൂട്ടിയിടാൻ, അല്ലാണ്ട് ശരിയാവില്ല. ഇവിടെ വാ ലൂണ, ഇവിടെ വാ, ഇവിടെ വാ. പിന്നെ നമുക്ക് നമ്മളുടെ ചെടി നടാനുള്ള സ്ഥലം ഒന്ന് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് പതുക്കെ നനച്ചു കൊടുക്കാം. ഇത് നനവ് കിട്ടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ചെടി നട്ടു കൊടുക്കാം. അപ്പം ഞാനിവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് വാൻഡറിങ് ജൂണിൻ്റെ ഈ ടൈപ്പുള്ള ഒരു ചെടിയാണ് കേട്ടോ. കണ്ടോ, വെള്ള സ്ട്രൈപ്സൊക്കെ വരകളൊക്കെ ഇട്ട് ബാക്ക് സൈഡിൽ വയലറ്റ് കളറായിട്ടുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്, വാൻഡറിങ് ജൂണിൻ്റെ. നിങ്ങളിതിൻ്റെ സാധാ ടൈപ്പ് നമ്മളുടെ പലരുടെയും വീടുകളിൽ പണ്ടുണ്ടാവാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വയലറ്റ് കളറ്, ഇതൊരു റയർ കളറാണ്. അപ്പോൾ നമ്മളിതാണ് ഈ ഒരു ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സാധാരണ വാൻഡ്രിഞ്ചു. നമ്മുടെ പഴയ പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിലെല്ലാം മിക്കവരുടെ വീടുകളിലും ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴെ പടർത്തിയിട്ടും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ വാൻഡ്രിഞ്ചുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നാനോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. റോസ് കളറിലുള്ളതാണത്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് വേരോട് കൂടി തന്നെ നടണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഈ തണ്ടുകളുണ്ടല്ലോ, ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് താഴെ നട്ടു കൊടുത്താൽ മതി. കണ്ടോ? നമുക്ക് നട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി ചുറ്റിനും. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് നന്നായി പടർന്ന് പിടിച്ച് പന്തലിച്ച് വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരും. ഇതാ കണ്ടോ, ഇത്രയും പ്ലാന്റ്സ്, ഇതാ കണ്ടോ, ഇത്രയും പ്ലാന്റ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശരിക്കും മുട്ടച്ചേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇതിൽ നിന്നും ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പുതിയ പുതിയ പ്ലാന്റ്സുകളായിട്ട് ഇതുണ്ടായി വരുന്നുണ്ട്. കണ്ടോ? അപ്പം ഇത്രയും കുറേ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ നട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചുറ്റിനും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന് ചുറ്റിനും ഈ ബോർഡർ ഗ്രാസ് ഉണ്ടല്ലോ, ഈ റെഡ്, ഇത് ചുറ്റിനും വെച്ച് കൊടുക്കാം കേട്ടോ. ബോർഡറായിട്ട് ഇപ്പോൾ ബോർഡറായിട്ട് നമ്മുടെ ഈ പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇത് വലുതാകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇത് വലുതായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്.